വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷം അങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ തൃശ്ശൂരൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ചു അപ്പോൾ നമ്മളിന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് കാലത്ത് തന്നെ തീരുമാനിച്ചു, പ്ലാൻ ചെയ്തു. അതുകൊണ്ട് എടുക്കാൻ പറ്റിയിട്ട ഭാഗത്തിന്. അല്ലെങ്കിൽ സാധാരണ എല്ലാം പകുതിയായിട്ടാണ് ഞാൻ വീഡിയോയുടെ കാര്യമൊക്കെ ആലോചിച്ച് വരാറ്. അപ്പോൾ എന്തായാലും രാവിലെ ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ അവിടെ നിന്ന് ഇവിടുന്ന് എടുത്തിട്ടുള്ള ആ ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു കയ്യിൽ ഫോൺ പിടിച്ചെടുക്കണ കാരണം കൊണ്ട് തന്നെ ആണ് ദോശയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പെർഫെക്റ്റ് ആയിട്ടാണ് ഗൈസ് ഉണ്ടാക്കാറ്. പിന്നെ അതുപോലെ കഴിച്ച സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി, ഭയങ്കര ആത്മാർത്ഥത ആയതുകൊണ്ട്. അതുകൊണ്ട് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴായിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത്. പഞ്ചസാര കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചത്, എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേഗം അടിച്ച് വാരി കുളിച്ച് ഞാൻ വേഗം പോകാനുള്ളതിൽ വേഗം അടിച്ച് വരാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മേശൊക്കെ കുറേ ഇങ്ങനെ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. അതായത് എത്ര ഒതുക്കിയാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവുക. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ തട്ടി ഒന്ന് ജസ്റ്റ് വെക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഒന്ന് തുടയ്ക്കാൻ നിന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തലേ ദിവസം ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഫാലിമി സിനിമ കാണാനായിട്ട് പോയത്. ഇത് കുറേ നാൾ മുന്നെടുത്ത് വെച്ചിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഫാലിമി എന്ന് പറഞ്ഞ മൂവി കാണാനാണ് ഞങ്ങൾ ടിക്കറ്റൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും മിഥുനും അഖിലുമാണ് ഉള്ളത്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടുള്ള ധൃതിയിലാണ്. അപ്പോൾ ഞാൻ വേഗം മുടിയൊക്കെ ഈരിയിട്ട് വേഗം കുളിക്കാനുള്ള സെറ്റപ്പിലാണ്. ഇനി ഞാൻ അവിടെ എത്തിയിട്ടായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ കുഴപ്പമില്ല. നമ്മൾ അപ്പോൾ ഞങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ വ്ളോഗ് എടുത്ത് തുടങ്ങിയത്. ഭയങ്കര ഓർമ്മയായതുകൊണ്ട് ഞാനെല്ലാം മറന്നുപോയി. അപ്പോൾ ഞങ്ങളിത് സിനിമ കണ്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളെ എടുത്ത് ചേട്ടൻ ക്യാമറയും പൊക്കി പിടിച്ച് റിവ്യൂ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്ലിപ്പ് ഞാൻ ഇതിൻ്റെ ഇടയിൽ ആഡ് ചെയ്യുന്നുണ്ട്. സിനിമ കണ്ട് ഇറങ്ങി റിവ്യൂ കൊടുക്കും. എങ്ങനെ കോമഡി ആണോ പടം? ഫാമിലിക്കൊക്കെ എങ്ങനെ ഇഷ്ടമാവോ? എന്താണ് ഒരു മെസ്സേജ് കൊടുക്കണ പടത്തിൽ നിന്നും? ബേസിക് ജോസഫിന്റെ മുന്നത്തെ പടങ്ങളൊക്കെ ബെറ്റർ ആയിരുന്നല്ലോ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഈ ഒരു സിനിമ അതെയോ? ഇത് അത് വെച്ച് നോക്കുമ്പോ താഴ്ന്നു പറയണല്ലോ. ഓക്കെ, പടം ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ഇതാണ് ഗൈസ് ആ ഒരു ക്ലിപ്പ്. ടൈം ഓക്കെ എന്ന് പറഞ്ഞിട്ടൊരു ചാനലായിരുന്നു കേട്ടോ. ടൈം ഓക്കേൻ്റെ ഫാലിമി എന്ന് പറഞ്ഞിട്ടുള്ള മൂവി റിവ്യൂ എന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ചിരിച്ചിരിച്ച് മരിക്കാറയ്യാതെ തന്നെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ബൂലിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങൾ ബൂലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവൾ ജയ്ക്ക് പോയല്ലോ. അപ്പോൾ അവൾക്ക് ഇന്ന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളുടെ കൂടെ. അതായത് അവൾക്ക് ലീവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവളെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വിളിച്ചിട്ട് ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്ത് കണ്ടിട്ട് പോവാം എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ അവളെ വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവൾക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. കാരണം ഞങ്ങൾക്ക് 3 പേർക്കും വേഗം വീട്ടിലേക്ക് പോകണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ പോയി. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് അതിൽ നോയമ്പായതുകൊണ്ട് ഞങ്ങൾ വെജിറ്റേറിയൻ ഹോട്ടലിലേക്കാണ് പോയത്. വൃന്ദാവൻ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരുള്ള മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും വൃന്ദാവൻ. അപ്പോൾ അവിടേക്കാണ് പോയത്. ഞങ്ങൾ പോയപ്പോൾ പകുതി സാധനമൊന്നും അവിടെ സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല. മെനുവിൽ മുക്കാൽ ഭാഗം ഉണ്ടായിരുന്നില്ല. അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്തായാലും കുറച്ച് വെറൈറ്റി എന്ന് പറഞ്ഞിട്ട് മഷ്റൂമിൻ്റെ കറിയും അതുപോലെ വേറെ എന്തൊക്കെ സാധനങ്ങളാണ് ഓർഡർ ചെയ്തത്. പക്ഷേ എനിക്ക് രണ്ടിൻ്റെയും ടേസ്റ്റ് സെയിം ആയിട്ടാണ് തോന്നിയത്. പിന്നെ ക്വാണ്ടിറ്റിയും ഭയങ്കര കുറവായിരുന്നു കേട്ടോ. കൊള്ളിയുടെ ക്വാണ്ടിറ്റി ഒക്കെ ഭയങ്കര കുറവായിരുന്നു. റേറ്റും നല്ലപോലെ ഉണ്ടായിരുന്നു. പക്ഷേ ടേസ്റ്റും ഞങ്ങൾക്ക് എന്താ പറയുക, രണ്ടും ഏകദേശം സെയിം ടേസ്റ്റ് ഒക്കെ തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഫീൽ ചെയ്ത് കേട്ടോ. പിന്നെ ഞങ്ങൾ തിയേറ്ററിലേക്ക് പോയപ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസുകളൊക്കെയാണ് ഉണ്ടത്. ആ സമയത്ത് വീഡിയോ എടുക്കേണ്ട കാര്യം സത്യം പറഞ്ഞാൽ ഓർമ്മയേ ഉണ്ടായിരുന്നില്ല. വലിയ പ്ലാനിങ്ങിലൊക്കെ പോയി കഴിഞ്ഞ് ഇങ്ങനെയാണ് സംഭവിക്കാറ്. അതായത് പ്ലാൻ ചെയ്ത് പോകണതൊന്നും നടക്കാറില്ല. അവിടെ എത്തി കഴിഞ്ഞപ്പോൾ മറന്നു. അവർ പറഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോയുടെ കാര്യം ഓർത്ത് തന്നെ കേട്ടോ. അപ്പോൾ തൊട്ടാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയതും. അങ്ങനെ ഞാൻ നേരെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ലിപ്സ്റ്റിക്ക്, അതായത് മൈഗ്ലാമിൻ്റെ ലിപ്സ്റ്റിക്ക് ടെസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അത് എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അതായത് ഈ ഒരു സംഭവം ഞാൻ പുറത്തേക്ക് ഒരു ദിവസം ഇട്ടിട്ട് പോയിട്ടെങ്കിൽ നല്ല പണി കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ കറക്റ്റ് ഇത് എത്ര മണിക്കൂർ ലാസ്റ്റ് ചെയ്യുന്നുള്ളത് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അന്ന് എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിത് ഇട്ട് നോക്കുന്നത് സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5:30 കേട്ടോ. അപ്പോൾ 5:30 ഞാൻ വീട്ടിലെത്തി കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് നോക്കണത്. ഈ ഒരു സംഭവം കറക്റ്റ് എത്ര മണിക്കൂർ നമ്മുടെ ചുണ്ടിൽ നിൽക്കും, അല്ലെങ്കിൽ ഇത് ഫെയ്ഡ് എങ്ങനെയാണ്, ഇത് മാഞ്ഞ് പോണ സമയത്ത് എങ്ങനെയാണ് നമുക്ക് പണി തരുമോ എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. കാരണം എനിക്ക് എന്തായാലും ഒരു വട്ടം പണി കിട്ടിയതാണ്. അപ്പോൾ ഞാനിത് ലൈവായിട്ട് തന്നെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഒരു കോട്ടെല്ലാം നല്ല രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സാധാരണ പുറത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ അങ്ങനെ മുട്ടിക്കാണ്ടൊന്നും കഴിക്കില്ലല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെയാണ്. ആ രീതിയിൽ ഞാൻ നിന്നിട്ട് ഇത് എത്ര മണിക്കൂർ കറക്റ്റ് നിൽക്കും എന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കി തന്നെ അറിയാം. ഇത് ഒട്ടും സ്മഡ്ജ് ആവുന്നില്ല. ഇട്ട സമയത്ത് എന്താ പറയുക, ഒട്ടും ട്രാൻസ്ഫർ ആവുന്ന കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നല്ല പോലെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് പണി തന്നു തുടങ്ങുക. അപ്പോൾ എന്തായാലും ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ സാധാ പോലെ, കാരണം നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ടുണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനൊന്നും സാധാ പോലെ നമ്മൾ ഫുഡ് കഴിക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പണി കിട്ടാൻ വേണ്ടി പോണത്. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഫുഡൊക്കെ ഇങ്ങനെ തട്ടിച്ചൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ച് ജസ്റ്റ് ഒന്ന് വായ കഴുകി വന്നപ്പോഴേക്കും ഉള്ളീന്നൊക്കെ പോയിട്ട് പുറത്ത് ഏതാണ്ട് ചൊറി പിടിച്ച പോലെ. സത്യം പറഞ്ഞാൽ വീഡിയോയിൽ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുമെങ്കിലും നേരിട്ട് കാണുമ്പോൾ ശരിക്കും ചൊറി പിടിച്ച പോലെയുണ്ട്. കാരണം ഉൾഭാഗത്തു നിന്നൊക്കെ പോയിട്ട് പുറത്തുനിന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിച്ചിരിക്കണ പോലെ. ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കഴിയപ്പോഴേക്കും ഈ നിലയ്ക്കായി ഉണ്ടായിരുന്നു കേട്ടോ.
മൈഗ്ലാമിൻ്റെ ലൈറ്റ് ലിപ്സ്റ്റിക് കണ്ടത്. അത് കഴിഞ്ഞിട്ട് കറക്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് അവസ്ഥ. ശരിക്കും ചൊറി പിടിച്ച പോലെ. ഇത് ഫുള്ളായിട്ട് അങ്ങനെ കാണാത്ത രീതിയിൽ മാഞ്ഞു പോകാൻ വെച്ചാൽ നമുക്ക് പിന്നെയും പ്രശ്നമില്ല. പക്ഷെ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇത് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഒരുമാതിരിയാവും നമ്മുടെ ഫേസൊക്കെ. അപ്പോൾ ഈ ഒരു മൈഗ്ലാമിൻ്റെ ലിപ്സ്റ്റിക് ഇട്ടിട്ട് പോകുന്ന ആൾക്കാർ ജസ്റ്റ് അത് കൊണ്ടുപോകുക. അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കാമല്ലോ. അങ്ങനെയുള്ളവർക്ക് അഞ്ച് കുഴപ്പമില്ല. എനിക്ക് എന്തായാലും ഞാൻ ഇതെന്തായാലും പുറത്തേക്ക് ഇട്ടിട്ട് പോവില്ല ഗൈസ്. അപ്പോൾ ഇതൊന്ന് കറക്റ്റായിട്ട് നിങ്ങളെ കാണിച്ചു തരണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കാണിച്ചത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോ. വലിയ കാര്യമായിട്ടൊന്നുമില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യാൻ, ഒരു ഹാർട്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമ്മുടെ ബ്ലൂപ്പേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വായ ഗൈസ്. ടാറ്റാ. ഇവൾക്ക് പോട്ടെ ഇത് സീരിയസ് ആയോടെ എന്റെ വീഡിയോ വീഡിയോയിലിടുന്ന ഞാൻ ഇടില്ല. എന്തേ നമ്മളിപ്പോ ഭൂലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗൈസ്. അവള് വരും ഗൈസ്. നോക്കടി, ഞങ്ങള് സിനിമയ്ക്ക് പോയി കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കണത്. ഇല്ല ഞാൻ ഇത് കൊടുക്കും, അത് കുഴപ്പമില്ല.